യേശു ഉന്നതൻ. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും ആഴമുള്ള ആത്മീയ പഠന ലേഖനങ്ങളിലൊന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും പഴയ നിയമ വ്യവസ്ഥകളെക്കാൾ എത്രമാത്രം ഉയർന്നതാണെന്ന് ഈ ലേഖനം വ്യക്തമായി തെളിയിക്കുന്നു. ഈ ലേഖനം പ്രധാനമായും യഹൂദ ക്രിസ്ത്യാനികൾക്കായി എഴുതിയതാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം പീഡനവും സമ്മർദ്ദവും അനുഭവിച്ചിരുന്ന ചിലർ വീണ്ടും പഴയ നിയമ ആചാരങ്ങളിലേക്കും മോശയുടെ വ്യവസ്ഥകളിലേക്കും മടങ്ങുവാൻ ആലോചിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. എബ്രായർക്കെഴുതിയ ലേഖനം ആര് എഴുതിയത് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നില്ല. ചിലർ പൗലോസ് അപ്പോസ്തലൻ ആണെന്നും മറ്റു ചിലർ ബർന്നബാസ്, അപ്പല്ലോസ്, ലൂക്കോസ് ഇവരിൽ ആരെങ്കിലും ആകാമെന്നും കരുതുന്നു. എന്നാൽ എഴുത്തുകാരെക്കാൾ പ്രധാനം ലേഖനത്തിലെ പരിശുദ്ധാത്മ പ്രേരിതമായ സന്ദേശമാണ്. യേശുക്രിസ്തു എല്ലാരെക്കാളും എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠൻ എന്നാണ് ഇതിലെ കേന്ദ്ര സന്ദേശം. ക്രിസ്തുവിനെ വിട്ട് മറ്റൊന്നിലേക്ക് മടങ്ങരുത്. ആചാരങ്ങളിലല്ല, ക്രിസ്തുവിൽ ആശ്രയിക്കണം. കഷ്ടതകളിലും പീഡനങ്ങളിലും വിശ്വാസം ഉപേക്ഷിക്കരുത് തുടങ്ങിയ ആത്മീയ പ്രചോദനമായ ചിന്തകൾ ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും പിന്നോട്ട് പോകുന്നവരെ മുന്നോട്ട് വിളിക്കുകയും ചെയ്യുന്ന ലേഖനമാണ് ഇത്. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലും ക്രിസ്തു മതി എന്ന് മനസ്സിൽ ഉറച്ചു മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ.